അല്ല ഞാൻ ഈ കാപ്പി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി എന്ത് വേണമെങ്കിലും എടുക്കാം. മനസ്സിലായോ? വെട്ടുകാട്ടിൽ കവർ കണ്ടപ്പോഴും മനസ്സിലായിരുന്നു. ഈ വർഷം ഇറങ്ങിയിട്ടുള്ള സ്പെഷ്യൽ ട്രെൻഡാണ്. ഒരു തവണ താമരമാല ഇറങ്ങിയ പോലെ ഒരു പുതിയ ട്രെൻഡാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. അത് ഞാൻ ഒരെണ്ണം മേടിച്ചു. എന്ത് ട്രെൻഡ്! ഇത്രയും കളറുള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. വർക്കിന്റെ കളർ പ്യുവർ വൈറ്റ് മാത്രം. ഈ വർഷം സാരിയുടെ കൂടെ ഇടാൻ മേടിച്ചതാ. അപ്പൊ എനിക്ക് പിടി കിട്ടിയേ. ഞാൻ ഓർക്കും കേട്ടോ, ഇതെന്നാ ഇങ്ങനെ ഈ ഇത്ര ഇറക്കത്തിൽ 735 രൂപയുടെ മെറ്റീരിയലും പറ്റിയാണ് അമ്മ ഇപ്പൊ നേറ്റിക്ക് ഇട്ടോണ്ട് നടക്കണം. ഇങ്ങനെ പറ്റും നോക്കിയിരുന്നൊക്കെ. നല്ലതാ. എന്തെങ്കിലും എമർജൻസി വരുമ്പോ എടുത്ത് ഓടേണ്ടി വരുമ്പോ അതാ. ഇത് പിന്നെ നിങ്ങൾ എല്ലാവരും എപ്പോഴും കണ്ട് വെറുക്കണമെന്ന് പറയണു. പക്ഷെ എനിക്കിഷ്ടം 44 ഇഞ്ചാണെങ്കിൽ 3.25 മീറ്റർ ഞാൻ എടുക്കും. 36 ഇഞ്ചാണെങ്കിൽ മാത്രം ബ്ലാക്കിന്റെ നെറ്റിന്റെ ടോപ്പ്. കർക്കിടകം പ്രമാണിച്ചാണോ അമ്മ എള്ളൊക്കെ ഇട്ടിട്ടുള്ള? അല്ല, അവല് വിളയിക്കുമ്പോ എപ്പോഴും എള്ളിടാറുണ്ടല്ലോ. എള്ളില്ല, ഒരുപാട് ഇട്ടിട്ടില്ല. പണ്ട് നമ്മള് കർക്കിടക സമയത്ത് അവല് നനച്ചപ്പോ ഒരുപാട് എള്ളിട്ടിട്ടുണ്ടായിരുന്നു. ഓർക്കണ്ടോ അത്? നല്ലതാ. അതിനിപ്പോ ഇച്ചിരി നെയ്യിൽ എള്ളങ്ങ് മൂപ്പിച്ചിടാം. അതിനിപ്പോ നെല്ലിടാനാണ് പാട്. ഒരു ബുദ്ധിമുട്ടുമില്ല. കർക്കിടക സമയത്ത് എള്ള് കൂടുതൽ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കി എള്ളിച്ചിലൂടെ ഇടാം. കൂടുതൽ എള്ള് മൂപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ എടുത്തതാണോ? ഞങ്ങളെടുത്താ. പിന്നെ ഇത്രയും എനിക്ക് വേണ്ട കേട്ടോ. എനിക്ക് തൽക്കാലം ആദ്യം മത്തങ്ങ എരിശ്ശേരി അത് കഴിക്കാം. ഞങ്ങള് 4:30 ആയപ്പോ കഴിച്ചു. അപ്പയ്ക്ക് വേണമെന്ന് പറയാം. അല്ല, ഞാൻ ഈ കാപ്പി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി എന്ത് വേണമെങ്കിലും എടുക്കാം. പാല് തിളച്ചു പോകും. എത്ര വേണമെങ്കിലും തരാം. അമ്മയ്ക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് സാധനങ്ങൾ എന്നാ? നിനക്ക് പഞ്ചസാര ഇച്ചിരി പോരെ? പൊടിക്കിട്ടാ മതി. വർത്താനം പറഞ്ഞാലേ പാല് തിളച്ചു പോയി വിവരറിയും. എറണാകുളത്തൊക്കെ നല്ല തിരക്കാട്ടോ. ഷോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം ഷോപ്പ് ചെയ്യാം. ഞാൻ ഷോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞ മഴയത്ത് എനിക്ക് ഇഷ്ടമല്ല വരാൻ. അപ്പോൾ നിനക്കറിയാലോ, മഴയെ നോക്കി നിന്നാ കാര്യങ്ങൾ നടക്കൂല. ഇല്ലെങ്കിൽ ഷോപ്പിംഗ് നടത്തൂലെന്നിരിക്കും. അയ്യോ, അത് ഇച്ചിരി അതിക്രമായി പോയി. മഴയൊന്നും വിഷയമല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് മഴ വിഷയാ കേട്ടോ. അപ്പൊ അതാണ് കാര്യങ്ങൾ. ഞാൻ കപ്പിലേക്ക് ഒഴിച്ചാലേ അതിലേക്ക് ആവൂല. അതുകൊണ്ട് അല്ലെങ്കിൽ പൊഴിയില്ലാത്തോണ്ട് വീഴും. അതാ. ഒരു പൊഴിയുള്ള സോസ്പാൻ മേടിച്ചോ കേട്ടോ. അത് 400 വില. മേടിച്ചു. ലുലുവിലുണ്ട്. മാറ്റി തരാം കേട്ടോ. അത് കുഴപ്പമില്ല. മത്തങ്ങ എരിശ്ശേരിയുടെ കൂടെ അമ്പഴങ്ങ പിക്കിൾ നല്ല കോമ്പിനേഷനാണ്. ഈ എരിശ്ശേരിയുടെ കൂടെ എപ്പോഴും ഒരു പുളിയുള്ള കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്. ആണോ? നല്ല പുളിയുള്ള ഒരു കോമ്പിനേഷൻ അതിൻ്റെ കൂടെ കഴിക്കണ്ടേ. അതുകൊണ്ടാ. അപ്പൊ അത് നല്ല രുചിയായി മാറും. അപ്പൊ മത്തങ്ങ എരിശ്ശേരി കഴിക്കുകയാണ്. നല്ല രുചിയുണ്ടല്ലോ. നല്ല മത്തങ്ങയാ. മത്തങ്ങ പച്ചക്ക് കടിച്ചു തിന്നാലും ഭയങ്കര ഹാർഡാ. കടിച്ചാ പതി പോകും. അത്രയ്ക്ക് കടുപ്പാ. പക്ഷെ നല്ല മത്തങ്ങയാ. നല്ല ബ്രൗൺ ആയിരുന്നു. ഇനി എപ്പോഴെങ്കിലും ഒരു ബ്രൗൺ മേടിച്ച് ഒന്ന് വിളയിക്കണം. കാപ്പിയും അവലും. അമ്മയ്ക്ക് മത്തങ്ങ എരിശ്ശേരി ചുമ്മാ കഴിക്കണ ഇഷ്ടം. ഇപ്പൊ എനിക്ക് അവല് വേണ്ട കേട്ടോ. വേണ്ട, മത്തങ്ങ എരിശ്ശേരി ഉണ്ടല്ലോ. അല്ല, അപ്പയ്ക്ക് അവല് വേണം. അവല് വേണമെന്ന് പറയുന്നുണ്ട്. ഞങ്ങള് കഴിച്ച എന്നാലും 2 സ്പൂൺ വേണമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ എടുക്കാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യണം? എനിക്കിപ്പോ വേണ്ട കേട്ടോ. ഏതായാലും വേണമെങ്കിൽ അതിലിരിപ്പുണ്ട്, എടുക്കുക. അപ്പം മത്തങ്ങ എരിശ്ശേരിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ എന്തൊക്കെയാണ് എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ചുമ്മാ കഴിക്കണതാണോ ഇഷ്ടം, അതെയോ വേറെ എന്തെങ്കിലും ചേർക്കണതാണോ ഇഷ്ടം? ചിലർ മീൻകറിയൊക്കെ ചേർത്ത് കഴിക്കുന്നു തോന്നുന്നു. അമ്മ തന്നെ അങ്ങനെ കഴിക്കണേന്ന് തോന്നുന്നു. പക്ഷെ ഈ മക്കുള്ളതുകൊണ്ടേ പുളിയുള്ള ഐറ്റം അതിൻ്റെ കൂടെ നല്ല രസമാണ് കഴിക്കാൻ. മൂത്തതിനല്ലേ മക്ക് കൂടുതൽ വരണേ? ഇളവന് മക്ക് കുറവല്ലേ? മക്കെന്നല്ല അതിന് പറയണ്ടേ. ഈ മൂത്തതിന് മതിരിപ്പ് വരും വിളയിക്കണത്. മറ്റേ പച്ചക്ക് മതിരിപ്പുമില്ല, ഒന്നുമില്ല. കറക്റ്റ് ഇതിന്റെ പാകായിരിക്കും. വിളയിക്കുന്നതിന് അതിന് കുഴപ്പമില്ലാതാ. വിളയിക്കാനുള്ള മത്തങ്ങ ബ്രൗൺ ആയിരിക്കണം. അത്ര യെല്ലോയിഷ്. കാപ്പി
എനിക്ക് മനസ്സിലായി. മനസ്സിലായോ? വെട്ടുകാട്ടിൽ കവർ കണ്ടപ്പോഴും മനസ്സിലായിരുന്നു. ആ എന്നാ തുറന്നോ പതുക്കെ ഓരോന്ന്. ഇനിയിപ്പോ അമ്മയ്ക്കൊന്നും മേടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. എനിക്ക് ഇറങ്ങാൻ ഈ മഴ കൊണ്ട് മടിയായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. അങ്ങനെ മടി പിടിച്ചാ ശരിയാവൂല. എനിക്ക് മഴയത്ത് ഞാൻ എന്ത് പ്രശ്നമാണെങ്കിലും വരില്ല. അത്രയും ദൂരം എറണാകുളം വരെയൊക്കെ വരിക എന്ന് പറഞ്ഞു. ഒന്നാമത് ഡ്രസ്സ് മുഴുവൻ ഈ എറണാകുളത്തും റോഡ് മുഴുവനും പ്രശ്നമല്ലേ, ഒന്നും പറയണ്ടത്. പക്ഷെ ഷോപ്പിങ്ങിന്റെ രസമൊന്നും വേറെ തന്നെയാ, പ്രത്യേകിച്ച് സീസണൽ ഷോപ്പിങ്ങിന്റെ രസമൊക്കെയാണ് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ. വേണം. കഴിഞ്ഞ കൊല്ലം നമ്മള് ക്രിസ്മസിന്റെ ഏതാണ്ട് സമയത്ത് മെട്രോയിൽ വന്നിറങ്ങി കഴിഞ്ഞപ്പോ മഴ. അല്ല, ഓണ സീസണാ. ഓണം ജൂലൈ ലാസ്റ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മള് മെട്രോയുടെ അന്ന് ഭയങ്കര മഴയായി പോയി. ഫീഡർ ബസ്സിൽ കയറി പോയത് എന്തൊരു മഴയായിരുന്നു. ഞാൻ എപ്പോഴും തുറക്കും. കഴിഞ്ഞ വർഷം അത് എടുത്തു വെക്കട്ടെ. കൊറേ സാധനങ്ങളുണ്ട്, എടുത്തു വെച്ചേച്ച് വേണം. പല പല സാധനങ്ങളുണ്ട്. എന്നിട്ട് പറയാം, എന്നിട്ട് ഓരോന്ന് പറയാം. അതാണ് അമ്മയ്ക്ക് ഇഷ്ടം. അല്ലാതെ ഓരോന്ന് എടുക്കണമെന്നും അത്ര ഇഷ്ടമല്ല. എനിക്ക് അത്ര ഇഷ്ടമല്ല. നമുക്ക് കാണിക്കാം. കാണിക്കാം. ഈ വർഷത്തെ ട്രെൻഡുകളെ പറ്റിയും ഒന്ന് പറയാട്ടോ. ഈ വർഷം പല പല ട്രെൻഡുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഓണമാകുമ്പോഴാണ് പൊതുവെ ട്രെൻഡ് ഓരോന്ന് ഇറങ്ങണേ. അതിലൊരു ട്രെൻഡാണ് ഓർണമെന്റ് സെഷനിൽ പറയാതെ ഇളക്കത്താലി. ഈ വർഷം ഇറങ്ങിയിട്ടുള്ള സ്പെഷ്യൽ ട്രെൻഡാണ്. ഒരു തവണ താമരമാല ഇറങ്ങിയ പോലെ ഈ വർഷം ഇറങ്ങിയിട്ടുള്ളതാണ്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തില് ഈ ഉള്ളത് മുല്ലമൊട്ടുപാലയുണ്ട്, പിന്നെ ചുട്ടിയുണ്ട്, പിന്നെ ഞാൻ പറയാം പാലക്കയുണ്ട്, പിന്നെ വേറെ ഏതാണ്ടുണ്ടല്ലോ കൊച്ചേ, പത്താക്ക്, കാശിമാല. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കാലഘട്ടങ്ങളിലുള്ള മാലകള്. പക്ഷെ ഇതൊക്കെ പണ്ടുള്ളതാ ഇളക്കത്താലി. പക്ഷെ എനിക്ക് അതിനെ പറ്റി അറിയില്ലായിരുന്നു. ഇപ്പൊ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ സിമ്പിൾ ഇളക്കത്താലി ചോക്കറുകളാണ് വന്നത്. പണ്ടത്തെ ഹെവി അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, ഡെയിലി ആയിട്ട് ഡെയിലി ഒക്കേഷണൽ വെയർ ഒക്കെ ആണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതിന്റെ സിംപിളസ്റ്റ് ഫോം ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്, സിമ്പിൾ ചോക്കർ എന്നൊക്കെ പറഞ്ഞു. ഓരോന്നായിട്ട് എടുക്കാം. പിന്നെ ഡ്രസ്സിൽ വന്നിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. അത് ഞാൻ ഒരെണ്ണം മേടിച്ചു. അതാണോ ഇരിക്കുന്നത്? അല്ല, ഈ ഇരിക്കുന്നത് കയ്യിൽ തൊടാ. അത് ഓപ്പൺ ചെയ്യുമ്പോ അമ്മയോ ഇതന്നെ ഇത് മേടിച്ചതെന്ന് ചോദിക്കും. പക്ഷെ അത് ഭയങ്കര ട്രെൻഡാണ് ഇപ്പോട്ടോ. എന്നാന്ന് നോക്കട്ടെ ആദ്യം, ഞാൻ പറയാം. എന്ത് ട്രെൻഡ് ഇത്? മദ്രാസ് ചെക്ക് പാറ്റേൺ ആണ്. ഭയങ്കര ട്രെൻഡാണ് ഈ വർഷത്തെ മെറ്റീരിയൽ. ഡ്രസ് മെറ്റീരിയൽ ആണ്. അപ്പൊ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പല പല കളേഴ്സ് ആണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വെച്ചൊരു പാന്റ് തയ്ക്കാണ്, സിഗരറ്റ് പാന്റ് പോലെ. എന്നിട്ട് അതിന്റെ മുകളിൽ ഓഫ് വൈറ്റ് ടോപ്പും പെയർ ചെയ്യണം. നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇത് ഓണത്തിനല്ല, ഡെയിലി വെയർ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഉദ്ദേശിച്ചത്. പക്ഷെ മദ്രാസ് ചെക്ക് എന്നാണ് ഇതിന്റെ പേര്. ഭയങ്കര ട്രെൻഡായി ഈ വർഷം. ഈ മദ്രാസ് ചെക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മദ്രാസിലൊക്കെ ഇതിന്റെ കളർഫുൾ, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ. ഈ വർഷം എന്തു വലിയ ട്രെൻഡാന്നറിയോ ഇത്? ഏത് കടയിൽ ചെന്നാലും മദ്രാസ് ചെക്ക് മെറ്റീരിയൽ ഇരിപ്പുണ്ട്. കാരണം അത് വെച്ചിട്ടുള്ള ഡ്രസ്സുകള് ഈ വർഷം ഓണത്തിന് കോട്ടനാ. ചുരുങ്ങോന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഞാനോർത്ത് എനിക്ക് ടോപ്പ് ഇത് വെച്ച് തയ്ക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ ചേരുവോന്നൊരു സംശയം. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അത് ബോട്ടം ആക്കാം, എന്നിട്ട് ഒരു ഓഫ് വൈറ്റ് ടോപ്പ് അതിന്റെ കൂടെ പെയർ ചെയ്താ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. എന്തായാലും ഓണം കഴിഞ്ഞാലും ഡെയിലി വെയർ ആയിട്ട് വേണമല്ലോ. അപ്പൊ ട്രെൻഡ് അനുസരിച്ച് ഇടാമെന്ന് വിചാരിച്ച് ഞാന് അങ്ങനെ ചെയ്തു. ഒരു ടോപ്പ് ഞാൻ സ്മാർട്ട് ബസാറിൽ കരുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഓഫ് വൈറ്റ്, അത് ഒരെണ്ണം ഓഫ് വൈറ്റ് അതിന് മാച്ചിങ്. വൈറ്റിന്റെ കൂടെയും പോകും, പക്ഷെ കുറച്ചുകൂടി മാച്ചിങ് ഓഫ് വൈറ്റ്. ഈ വൈറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ഭയങ്കര പാടാട്ടോ. ഡെയിലി ഇങ്ങനെ ഓഫീസ് ഉപയോഗത്തിന് വൈറ്റ് അത്ര ഇതല്ല. ഓഫ് വൈറ്റ് ആണെങ്കിൽ അത്രയും കുഴപ്പമില്ല. ഇതിന്റെ പല പല പാറ്റേൺ ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ ഷീമാട്ടിന്ന് എടുത്ത് ഇതിന്റെ ഒരു കളത്തില് മറ്റേ കലങ്കാരി പാച്ച് വരുന്നതുണ്ട്. അതിന് റേറ്റ് വളരെ കൂടുതൽ, 500 ഒക്കെ വരും. അത് കുറച്ചുകൂടി നല്ലത്. അന്നേരം നമുക്ക് ഈ കളറിന്റെ കുത്തൽ അങ്ങനെ തോന്നില്ല. ഇതിന്റെ ഒരു സ്ക്വയറില് കലങ്കാരിയുടെ പാച്ച് വരും. അതെ അതെ, അതിന് റേറ്റ് കൂടുതലാണ്. പക്ഷെ അത് നല്ല ഭംഗിയാട്ടോ. ഇതിന് 1 മീറ്റർ 230 ഞാൻ 2.25 മീറ്റർ എടുത്തു. ഒരു സിഗരറ്റ് പാന്റ് തയ്ക്കാനാ. മനസ്സിലായി. ഒരു ഫ്ലാപ്പ് ഒന്ന് വിടുത്തി കാണിച്ചേ, ആദ്യം വിടുത്തിയ പോലെ. ഇത് ഞാൻ ബ്ലാക്കും കൂടെ ചേർന്നാണ് എടുത്തത്. ബ്ലാക്ക് ഉണ്ട്. അതെന്തുകൊണ്ടാന്നറിയോ? എന്റെ ഒരു സിൽവർ
കസവ് വരുന്ന ഡ്രസ്സ് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടില്ലേ, അതിന്റെ കൂടെ ഇത് ബോട്ടായിട്ടിടാം. അതിനു വേണ്ടിയാ ഞാൻ ബ്ലാക്ക് വരുന്ന കളർ എടുത്തത്. ബ്ലാക്ക് അല്ലാത്തതും അവിടെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് നല്ലതാ, വലിയ കുഴപ്പമില്ല. ശരിയാ. അപ്പൊ പല പല ടോപ്പിന്റെ കൂടെ ഇടാം. ബ്ലാക്ക് ടോപ്പിന്റെ കൂടെ ഇടാം. ബ്ലാക്ക് ടോപ്പ് എനിക്ക് ഒരെണ്ണം ഉണ്ടല്ലോ, നെറ്റ് പോലത്തെ. അതെ അതെ, അതിന്റെ കൂടെയും ഈ പാന്റ് ഇടാം. കളർഫുൾ ആയതുകൊണ്ട് രസമായിരിക്കും. പക്ഷെ ഇത് വെച്ചിട്ട് കളർ ആയതുകൊണ്ട് നല്ലതാ. അതെ അതെ, ഞാൻ ആലോചിച്ച് നോക്കിയതാ. ഇത് വെച്ച് ഒരുപാട് ഡ്രസ്സ് ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുക. ഇൻസ്റ്റയിലൊക്കെ തുറന്നാ ഇത് മാത്രമേ ഉള്ളൂ. മദ്രാസ് ചെക്ക് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയേക്കണതാ. ഒരു ട്രെൻഡ് ആയതുകൊണ്ട് മേടിച്ചതാ കേട്ടോ. ട്രെൻഡിനനുസരിച്ച് പോകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇനി അടുത്തത് കാണാം. അപ്പോൾ ഷീമാട്ടിന്ന് മേടിച്ച മദ്രാസ് കോട്ടൻ്റെ മെറ്റീരിയൽ ഉണ്ടോ, 2.25 മീറ്റർ 230 വെച്ചിട്ട് 518 രൂപയാണ് കേട്ടോ ആയിരിക്കുന്നത്. അത് ഇന്ന് വന്ന കൊറിയറാ. ആണോ? അമ്മ കണ്ടില്ല അല്ലേ? പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലോ. ഒന്ന് വിളിക്ക്. അതെന്തോ ആരി വർക്കെന്നോ അങ്ങനെ എന്തോ പറയണം, കാശ്മീരി ആരി വർക്കെന്ന് എന്തോ. നല്ല ഭംഗിയുണ്ട്. ഒരു ഷോർട്ട് കുർത്തി, അത് ജീൻസിന്റെ കൂടെയൊക്കെ ഇടാം, പലാസോയുടെ കൂടെയൊക്കെ ഇടാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തൊക്കെ പോവില്ലേ, ഇവിടെ നിന്നൊക്കെ പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. ഓപ്പൺ ചെയ്തോ, ഫുൾ ഓപ്പൺ ചെയ്തോ. നല്ല രസമുള്ള ഒരു പ്രിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ അതെ അതെ അതെ, ഓപ്പൺ ചെയ്തോ. വേണ്ട, അല്ല ഇപ്പുറത്തെ വശത്ത് കാണിച്ചേ. അല്ല കാണിക്കാന്നേ, എടുക്കട്ടെ. അതാണ് സംഭവം. ഇത് നല്ല എംബ്രോയിഡറി വർക്കൊക്കെ നല്ല രസമായിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ ആ പടത്തിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് വന്നിട്ട്. നല്ല എംബ്രോയിഡറി വർക്കാണത്. നല്ല ഭംഗിയുള്ള വർക്കാ, ഒരു ലുക്കൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പുറം കാണിക്കാം. ഇവിടാണ് ശരിക്കും കാണാനുള്ളത്. പിന്നെ അതെ കൈയുടെ മൊത്തം എടുത്തണില്ല, മടക്കാൻ പറ്റില്ല. കൈയുടെ മടക്കില്, 2 കൈയുടെ മടക്കിൽ ഇങ്ങനെയുണ്ട്. താഴെ ഉണ്ട്, അടിയിൽ. ആ താഴെ ഉണ്ട്, അവിടെ ഉണ്ട് വർക്ക്. നല്ല രസം അല്ലേ? നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. അത് ഫോട്ടോയിൽ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഓർഡർ ചെയ്താ അല്ലേ? പക്ഷെ അത് വന്നപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നല്ലതാ. ഇങ്ങനെ ഇത്രയും കളറുള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. വർക്കിന്റെ കളർ പ്യുവർ വൈറ്റ് മാത്രല്ല, ഇഷ്ടപ്പെട്ടു. സൈസ് ഭാഗമായിരിക്കും, അതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് മാറ്റി ഓർഡർ ചെയ്യാൻ, കുഴപ്പമില്ല. മീഡിയം പൊതുവേ എനിക്ക് പാകാവാറ പതിവ്. ചിലപ്പോൾ മീഡിയം ഇച്ചിരി ലൂസായിരിക്കും, ഷേപ്പ് ചെയ്യേണ്ടി വരും. എന്നാലും ഷേപ്പ് ചെയ്യേണ്ടതല്ലേ ഉള്ളൂ, തയ്ക്കേണ്ടേ ഇല്ലല്ലോ. അതില്ല. ഇനി ഓണം കഴിയാതെ ചേട്ടൻ്റെ അടുത്തേക്ക് പോയിട്ടും കാര്യമില്ല. ഞാൻ തയ്ക്കാൻ കൊടുത്തതൊക്കെ അടുത്ത ആഴ്ച കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അതെല്ലാം കാണാം. അപ്പൊ ഈ ഇടയായിട്ടാണ് എനിക്ക് ഈ വെള്ളയോടൊരു താല്പര്യം കയറിയേക്കണേ കേട്ടോ. ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ, 240 രൂപയാണ്. മീഷോയിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അതിന്റെ വർക്കൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അതിന്റെ വർക്ക് കാണാൻ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. വല്ലാത്ത ചില വർക്കൊക്കെ കാണുമ്പോൾ നമുക്കത്ര ഇഷ്ടപ്പെടില്ല, എനിക്ക് ബേസിക്കലി കേട്ടോ. പക്ഷേ ഇതിൻ്റെ വർക്ക് അങ്ങനെയല്ല, നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ ആ വൈറ്റ്നെസ്സും എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. ഇതിൽ കണ്ടോ കുറച്ച് ഈ വർക്കിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് കാശ്മീരി ആരി വർക്ക് അങ്ങനെ എന്തോ ആണ് എഴുതിയിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ ബാക്കിൽ ഇങ്ങനത്തെ കെട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ കുർത്തീസ് കുറേ ട്രെൻഡിലുണ്ടല്ലോ. ഓപ്പൺ ചെയ്തോ. ക്രോപ്പ് ടോപ്പ് അത് ആണോ? ഈ സാരിയുടെ കൂടെ ഞാൻ ഇതാ ബ്ലൗസ് ആയിട്ട് ഇടണേ. സാരിയുടെ കൂടെ ഞാൻ ഇടാറില്ലേ, ഈ വർഷം സാരിയുടെ കൂടെ ഇടാൻ മേടിച്ചതാ. എന്ത് സാരിയുടെ കൂടെ ഇങ്ങനത്തെ ബ്ലൗസ് ഇടുവോ? അതാ ഞാൻ എല്ലാ വർഷവും ഇങ്ങനത്തെ ബ്ലൗസ് അല്ലേ ഇടാറ്. അല്ല കഴിഞ്ഞ വർഷം അത് കയ്യാന്നേ. അപ്പൊ എനിക്ക് പിടികിട്ടിയേ. ഞാൻ ഓർക്കുവാ കേട്ടോ, ഇതെന്നാ ഇങ്ങനെ ഈ ഇത്ര ഇറക്കത്തിൽ കൈ അതെനിക്ക് മനസ്സിലായി. കഴിഞ്ഞ വർഷം ഇങ്ങനത്തെ മേടിച്ച കഴിഞ്ഞ വർഷത്തെ കളർ ഏതായിരുന്നു? കഴിഞ്ഞ വർഷം ബ്ലാക്ക് ആയിരുന്നു. അതിവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ തന്നെ ഈ വർഷം ഇടാൻ പറ്റില്ലല്ലോ. അത് പറ്റൂല. സാരി പിന്നെ റെഡിമെയ്ഡ് സാരി, അത് നല്ല സാരിയാണ്. അപ്പൊ അതിന്റെ കൂടെ ഇത്തവണ ഞാൻ മെറൂൺ ആണ് ഉദ്ദേശിക്കുന്നത്. മെറൂണിന്റെ എന്റെ നല്ല ഭംഗിയുള്ള ഒരു തെയ്യത്തിന്റെ ലോക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി ബ്ലൗസ് വരുത്തിച്ചതാ അല്ലേ? അതെ അതെ അതെ. ഇതിന് തീരെ വില കുറവാ. ബ്ലൗസിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ. ഇതിന് എന്നാ വില? ഇതിന് 200 അല്ല 200 താഴെയുള്ളൂ. 100 സംതിങ്ങേ ഉള്ളൂ. 191 അങ്ങനെ എന്തോ ഉള്ളൂ. കറക്റ്റ് റേറ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം.
അപ്പൊ 190 അത് വേറെയാ. ആ, ഉവ്വ. 191 എന്ന് പറയുമ്പോ ഭയങ്കര affordable. അല്ല ഇത് ഓൺലൈനാണോ? ആ ഓൺലൈൻ അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ വരുത്തിച്ചതല്ലേ? ഇതൊക്കെ പോത്തീസറും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഉവ്വോ. ആ പല കടകളിലും ചെല്ലുമ്പോ ഞാൻ കാണാറുണ്ട് റെഡിമെയ്ഡ് ബ്ലൗസ് ഒന്നും അതെ 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 അതെ. ഞാൻ പിന്നെ അത് യൂസ് ചെയ്യാത്തോണ്ട് ഞാനത് മേടിക്കാറില്ല കേട്ടോ. അല്ല അമ്മയ്ക്ക് അത് മേടിക്കുന്നതിൽ വലിയ കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാ സ്ഥിരം സാരി ഉപയോഗിക്കുന്ന അതെ ആളാവുമ്പോ അതെ ബ്ലൗസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കും. ഞാൻ പല കാലത്തും ഓണത്തിനൊക്കെ മാത്രമേ അതെ, use അതെ, ചെയ്യുള്ളൂ. അതെ. അപ്പൊ എന്നെ സംബന്ധിച്ച് അതിന് വേണ്ടി നല്ല വില കൊടുത്തൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താൽ പിന്നെ അലമാരി പൂട്ടി വെക്കുള്ളൂ. അപ്പൊ അത് അഫോർഡബിൾ അല്ല. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണതിന് പല റേറ്റാ, ഭയങ്കര നല്ല റേറ്റാ. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് ചെയ്തില്ലെങ്കിലും ശരിയാവോ ഇല്ല. അത് മാത്രല്ല ഇപ്പൊ കൊറേ വർക്കുകളൊക്കെ ചെയ്യിച്ചിട്ടാണ് ഇപ്പൊ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യിക്കുന്നത്. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ തന്നെ അതിന്റെ മെറ്റീരിയൽ നല്ല ഹെവി വർക്കുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുക. അതിന് നല്ല പൈസ വരും. സ്റ്റിച്ച് ചെയ്യണതിന് നല്ല റേറ്റ് വരും. വർഷത്തിൽ ഒരു തവണ ഉപയോഗിക്കുന്നതിന് അത്രയും പൈസ മുടക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് വെറും 191 രൂപയ്ക്ക് ഞാൻ ബ്ലൗസ് മേടിച്ചതാ. ഫ്ലിപ്കാർട്ടിൽ നിന്നാട്ടോ. ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്യാം. ഇപ്പൊ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവർക്ക് കറക്റ്റ് ഫിറ്റാ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ കൊല്ലം മേടിച്ചത് നല്ലതായിരുന്നു. നല്ലതായിരുന്നു. അതിനേക്കാളും നല്ലതായത്. കുറച്ചുകൂടി നല്ല ഫിറ്റിംഗ്. ഓരോ വർഷവും ട്രെൻഡും വരൂലേ. പിന്നെ ഇതിന്റെ റേറ്റും പറഞ്ഞേരേട്ടോ എത്രയാന്ന്. അതിന്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേരെ. ഞാൻ മറന്നുപോയി. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കൃത്യമായിട്ട് പറയണം. അതെ, ബില്ലും നമ്മൾ പറയണ്ട. അതെ, എല്ലാത്തിന്റെയും കാണിക്കാം. അതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണം, മസ്റ്റാ. നമ്മള് പൈസ കൊടുത്ത് തന്നെ സാധനം മേടിക്കണം. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം ഇനി എൻ്റെ ലോട്ട് തുറക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ ക്ലോസപ്പ് ലുക്ക് ഒന്ന് കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കില്ലേ അടുത്ത് കാണിച്ചു തന്നില്ലല്ലോ എന്ന്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ബ്ലൗസാണ്. ബ്ലൗസ് എന്ന് പറയാൻ പറ്റില്ല, ക്രോപ്പ് ടോപ്പാണ്. ശരിക്കും മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം എന്നേ ഉള്ളൂ. ക്രോപ്പ് ടോപ്പായിട്ടും ബ്ലൗസ് ആയിട്ടും യൂസ് ചെയ്യാം. ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇട്ട് കഴിയുമ്പോൾ നല്ലതായിട്ട് സ്ട്രെച്ചബിൾ ആയതുകൊണ്ടേ നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് കിടന്നോളൂ. ഇനി അമ്മയുടെ ലോട്ട്. ഇത് എന്തെന്നാന്ന് പ്രത്യേകിച്ച് പറയണ്ട. വെട്ടുകാട്ടിലെ ബില്ല ഇഷ്ടപ്പെടുവോന്ന് മാത്രം നോക്കിയാ മതി. ഇതില് ബില്ലിലെ റേറ്റ് അങ്ങ് പറഞ്ഞേക്കാം. എനിക്ക് കണ്ണാടി വെക്കണം റേറ്റ്. ബില്ലിന്റെ റേറ്റ് വേണ്ടി ഇച്ചിരി കട്ടിയാ. 735 രൂപ. മെറ്റീരിയൽ കാണിക്കാം നിങ്ങളെ. 735 രൂപയുടെ മെറ്റീരിയലും പറ്റിയാണ് അമ്മ ഇപ്പൊ നേറ്റിക്ക് ഇട്ടോണ്ട് നടക്കണത്. പുറത്തൊന്നും അല്ലാട്ടോ. അതെ, നേറ്റിക്ക് ഇട്ടോണ്ട് നടക്കണേ. 735 രൂപയല്ല, സ്റ്റിച്ചിങ് ചാർജ് വരും വേറെ സെപ്പറേറ്റ്. കാണുമ്പോ എന്നാ വെറുതെ ഒരു സാധാ ഒരു നൈറ്റി. പക്ഷെ അതിന്റെ പിന്നിൽ നല്ല വിലയുണ്ട്. നല്ല കോട്ടൺ അത്യാവശ്യം റേറ്റ് ഒക്കെ കൊടുക്കണം. അല്ലാതെ ഒന്നും പറ്റൂല. എനിക്ക് കോട്ടൺ അല്ലാതെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയാറുണ്ടല്ലോ കോട്ടൺ യൂസ് ചെയ്യണം. ഞാൻ കീറിയേക്കാം തയ്ക്കാൻ കൊടുക്കാനുള്ള. ഇങ്ങനെ മറ്റേ നോക്കിയിരുന്നൊക്കെ നല്ലതാ. ഇഷ്ടപ്പെട്ട? നല്ലതാ, വളരെ നല്ലതാ. ഈ ബ്ലൂവിന്റെ കൂടെ റെഡ് ഏപ്രൺ കെട്ടാം. പിങ്കിന്റെ കൂടെ ബ്ലൂ ഏപ്രണും ബ്ലൂ പൈപ്പിംഗ് വെക്കാൻ പറയാ. നല്ല ഭംഗിയില്ലേ? അല്ല അത് ആ ചേച്ചി വൈറ്റേ വെക്കുള്ളൂ. ഏതെങ്കിലും വെച്ചോട്ടെ. നല്ല റോസാപ്പൂക്കള്. വൈറ്റ് ബേസ്ഡ് ഓൺ വേണ്ടെന്ന് അമ്മ പറഞ്ഞു. വേണ്ട. വൈറ്റിന്റെ 1-2 ഇരിപ്പുണ്ടെന്നേ. അത് ഞാൻ ഡ്രസ്സ് ഇട്ട് വെച്ച് കഴുകി അലമാരിയിൽ മടക്കി വെച്ചു. കാരണം എന്തെങ്കിലും എമർജൻസി വരുമ്പോ എടുത്ത് ഓടേണ്ടി വരുമ്പോ അതാകുമ്പോ പിന്നെ പണിയെടുക്കുമ്പോ മുഷിയൂല. അല്ലാതെ പണിയെടുക്കേണ്ട കേസ് കെട്ടിന്നല്ലാതെ വെച്ചേക്കണത്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ബേസ് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞത്. നല്ലതാ. ഇത് പിന്നെ നിങ്ങൾ എല്ലാവരും എപ്പോഴും കണ്ട് വെറുക്കണമെന്ന് പറയണു. പക്ഷെ എനിക്ക് ഇഷ്ടം. അമ്മയ്ക്ക് പിങ്കി വൈബ് ഇഷ്ടം ആയതുകൊണ്ടാണ് ഞാൻ പിങ്ക് തന്നെ സെലക്ട് ചെയ്തപ്പോ എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിന്റെ പ്രിന്റ് നല്ലതാ, കുഞ്ഞു പ്രിന്റ്. 35 ഇത്? അല്ല 36 സൈസ്. 236. 3.36. നൈറ്റിയുടെ അളവുകളൊക്കെ എത്ര എടുക്കണേന്നൊക്കെ പലരും വീഡിയോയിൽ ചോദിക്കും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 44 ഇഞ്ച് ആണെങ്കിൽ 3.25 മീറ്റർ ഞാൻ എടുക്കും. 36 ഇഞ്ച് ആണെങ്കിൽ 3.5 മീറ്റർ കൊടുക്കും. അതിന്റെ പ്രത്യേകിച്ചുള്ള കാരണം എന്നാന്ന് വെച്ചാൽ അതേ ഫ്രണ്ടിലെ ചുരുക്ക് നിറച്ച് ചുരുക്ക് വെക്കും. ബാക്കിലെന്തേ ചുരുക്ക് നിറച്ച് ചുരുക്ക് വെക്കും. പിന്നെ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, നല്ല ലെങ്ത് വെക്കും. അപ്പൊ ആ ചുരുക്ക് ഇത്രയും വരുന്നതുകൊണ്ട് തുണി വേണം നന്നായിട്ട്. അത് തയ്ക്കാൻ അത് ഒരുമാതിരി എല്ലാവർക്കും അത് അറിയാൻ പറ്റും. പിന്നെ ഹൈറ്റ് ഉള്ളത് കൊണ്ട് നല്ല ലെങ്ത്തിൽ കിടക്കുമ്പോൾ തുണി വേണം. 54-ലാണെങ്കിൽ 3.25 മതി എന്നവരും മല്ലിക പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് 36 അല്ലേ, 36-ന് 3.5 മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം രണ്ട് മെറ്റീരിയലിൻ്റെ കൂടെ റേറ്റ് ആണ് 735 രൂപ. 735 കേട്ടോ. അപ്പൊ രണ്ടും നല്ല കളറാ, ഇഷ്ടപ്പെട്ടല്ലോ. നല്ലതാ. ഇതിലിടയ്ക്ക് ഒരു ഗ്രീൻ ലീഫ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടപ്പോ ഞാൻ പിന്നെ ഇതങ്ങ് മാറ്റി വെച്ചു. കാരണം അമ്മ പിങ്കി ഗേളല്ലേ. കുഴപ്പമില്ല. അല്ല കുഴപ്പമില്ലെന്നല്ല, നല്ലതാ, നല്ലതാ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഒരേ കളറുകൾ ഉണ്ടല്ലോ. എന്റെ കളർ ഏതാ? ഏതാ പറ. ബ്ലാക്ക്.
അത് ബ്ലാക്ക് എന്ന് വെച്ചാ എനിക്ക് തോന്നുന്നു ഒരു 90% ലേഡീസിനും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ബ്ലാക്ക് എന്ന് എനിക്ക് തോന്നുന്നത്. മാത്രം ബ്ലാക്കിന്റെ നെറ്റിന്റെ ടോപ്പ് ഒരു പ്ലെയിൻ ബ്ലാക്ക് ഇങ്ങനെ ഇറക്കമുള്ള റെഡിമെയ്ഡ് മേടിച്ചേക്കണത്, പിന്നെ ബ്ലാക്ക് മയ ഇവിടെ. അതെ അതെ അതെ. എന്റെ പൊന്നെ, ഇപ്പൊ മേടിക്കാറുള്ളതും കൂടുതലും ബ്ലാക്കുകളൊക്കെയാ. എനിക്കിഷ്ടല്ല. ഒരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് ബ്ലാക്കിനോട്. എനിക്ക് പിങ്കിനോടുള്ളത് പോലെ ആയിരിക്കും. എനിക്ക് പിങ്ക് ഇഷ്ടമാണ്. ഒരു ഡാർക്ക് യെല്ലോ അല്ല, ലൈറ്റ് ഷെയ്ഡുള്ള യെല്ലോ ഇഷ്ടമാണ്, ഓറഞ്ച് ഷെയ്ഡ് ഇഷ്ടമാണ്, ലാവൻഡർ ഇഷ്ടം. അപ്പം അത്രയും ഷെയ്ഡുകളൊക്കെ എനിക്കിഷ്ടം. എപ്പോഴും കയറി പിടിക്കുന്നത് പിങ്കിലായിരിക്കും ചെന്ന് മുട്ടണത്. അപ്പം അതാണ്. ഇതിപ്പം ഞാൻ തയ്ച്ചു കഴിഞ്ഞാൽ ഓരോന്നോരോന്നേ എടുക്കുള്ളൂ, എല്ലാം ഒന്നിച്ച് കുത്തി കുഴയ്ക്കൂല, തയ്പ്പിച്ച് അങ്ങ് വെക്കും. ഞാൻ പറയാറില്ല, എപ്പോഴും തയ്പ്പിച്ച് വെക്കുമ്പോൾ പഴയ ലോട്ടിരിക്കണ അങ്ങ് എടുക്കും. നല്ല പുതിയ കോട്ടന്റെ മണം നല്ലതാ. അവിടെ ആ കടയിൽ ചെല്ലുമ്പോ എപ്പോഴും ഈ പുതിയ കോട്ടന്റെ സ്മെല്ല് വരും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചില കടകളിൽ കയറുമ്പോ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. മുളന്തുരുത്തിൽ EV ജോസഫേട്ടന്റെ കടയിൽ നിന്ന് മെറ്റീരിയൽ എടുക്കാറുണ്ട്, നൈറ്റിയുടെ. കാരണം നാളെ ആരാണ്ട് ചോദിച്ചു എവിടെയാണ് ഇത് ചെയ്യണത്. പിന്നെ സ്റ്റിച്ച് ചെയ്യണം, ഞങ്ങളുടെ പണ്ട് മുതലേ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരി ഇത് എടുത്താണ് കൊടുക്കുന്നത്. അത് റെഗുലറായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ പാറ്റേൺ ഇഷ്ടമായതുകൊണ്ടാണ് ഈ പാറ്റേൺ തന്നെ തയ്പ്പിക്കുന്നത്. ഇന്നാൾ ആരോ മറ്റേ യെല്ലോ നൈറ്റിയിൽ ആരോ പറഞ്ഞു, ഈ യെല്ലോ അല്ല മറ്റേ യെല്ലോ, അതിൽ പൈപ്പിങ്ങിന് പകരം ലേസ് വെച്ചാൽ നല്ലതായിരിക്കും. ശരിയാണത്, ഇതിന് ലേസ് ആയിരിക്കണത്. എല്ലാത്തിനും ലേസ് വേണ്ടല്ലോ എന്ന് ഓർത്താ ഞാൻ. പിന്നെ എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടം പൈപ്പിംഗ് ആട്ടോ. പൈപ്പിംഗ് എന്നാന്ന ഒരു പ്രത്യേകത, പൈപ്പിംഗ് വെക്കുമ്പോ അതിന് ശരിക്ക് വേണ്ടിയ രീതിയിലുള്ള പൈപ്പിംഗ് പുള്ളിക്കാർക്ക് വെക്കും. കളറ് നല്ല എടുത്ത് വെക്കും. പിന്നെ എത്രയാണെങ്കിലും ഒരു 3-4 മാസം കഴിയുമ്പോ നൈറ്റ് ഡള്ളാവും. പിന്നെ വേറെ നമ്മൾ എടുക്കണം. കാരണം നമ്മൾ ചപ്പും ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമല്ലേ. കാര്യം ഏപ്രൺ കെട്ടറുണ്ടെങ്കിലും നമുക്ക് ചൗളും കോട്ടൺ അല്ലേ, അതുകൊണ്ടാണ് പെട്ടെന്ന് അത് ഡള്ളായി പോണത്. പിന്നെ ഒരുപാട് ഇത് മീറ്ററിന് തന്നെ വില അത് ഇതിലുണ്ടായിരിക്കും. അത് 105 രൂപ രണ്ടിനും. 105 അല്ലേ. അവിടെ ചെല്ലുമ്പോ റാക്കുകളിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഷോപ്പിംഗ്.